LGBT കമ്മ്യൂണിറ്റി എന്ന് കേട്ടിട്ടില്ലേ? അവരോടുള്ള ഒപ്പീനിയൻ എന്താണ്? പേടിക്കണ്ട, ഇങ്ങനെ ഒരു സാധനം ഇല്ലാന്ന് വിചാരിക്കുക. അവിടെ എന്ത് വേണോ പറയാം, എനിക്ക് തലയിലുള്ള കാര്യം പറയാം. ചേച്ചി അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാ. അപ്പം എനിക്ക് LGBT കമ്മ്യൂണിറ്റിയെ കേട്ടിട്ടുണ്ടോ? അതിനകത്ത് ലെസ്ബിയൻ വരും, ബൈസെക്ഷൽ വരും, അല്ലെങ്കിൽ അസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ വരും, ട്രാൻസ്ജെൻഡേഴ്സ് വരും, ക്യൂർ ആയിട്ടുള്ള ആൾക്കാർ വരും. അതായത് നമ്മുടെ സെക്ഷൽ മൈനോറിറ്റിപ്പെട്ട എല്ലാ മനുഷ്യന്മാരും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ സിമ്പിളായിട്ട് പറയാം, ഇപ്പം നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്ത് ആദില നൂർ എന്താണ്, ലെസ്ബിയൻ കപ്പിളാണ്. ഗേ കപ്പിൾസ് ഉണ്ട്, അങ്ങനെ ഗേ ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതാണ് LGBT കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സെക്ഷൽ മൈനോറിറ്റി ആൾക്കാരുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് LGBT കമ്മ്യൂണിറ്റി. സോ അവരോടുള്ള ഒപ്പീനിയൻ എന്താ? അവരുടെ അടുത്ത് അതിപ്പോൾ അവരുടെ ഇഷ്ടമല്ലേ, സ്വന്തമായിട്ട് അവരുടെ ഒരു, എനിക്ക് എതിർപ്പും പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. ഓരോരുത്തരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കംഫർട്ടിനനുസരിച്ച് നടക്കുന്നു. പിന്നെ അത് നമ്മൾ ജഡ്ജ് ചെയ്യാനും വേണ്ടി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരോടുള്ള, അല്ലെങ്കിൽ അവർ നമ്മുടെ സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും തോന്നുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു ക്ലോസ് ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു സിബ്ലിംഗ് ആയിട്ടോ ഒരു റിലേറ്റീവ് ആയിട്ടോ ആ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാൾ ഒപ്പം നിൽക്കുന്നതിനോടും ഒക്കെ എങ്ങനെയാണ് അതിനോടുള്ള അഭിപ്രായം? എതിർപ്പൊന്നുമില്ല, കംഫർട്ടബിൾ ആയിരിക്കും. കംഫർട്ടബിൾ ആയിരിക്കും. സോ ജസ്റ്റ് അസ്യൂം ചെയ്യുക, എന്താ സിബ്ലിങ് LGBT കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണ്, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ലെസ്ബിയൻ കപ്പിളാണെന്ന് വിചാരിക്കുക, ആ മാരേജിന് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുമായിരിക്കും? കംപ്ലീറ്റ്ലി ആ ഒരു കാര്യത്തോട് സപ്പോർട്ട് ചെയ്യും. ഇപ്പം LGBT കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള കുറേ സ്ട്രൈക്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരെ വളരെ ക്രിട്ടിസൈസ് ചെയ്ത് വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? എതിർക്കുന്നവരോടോ? അല്ല, എതിർക്കുന്നവർ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ ചോദിച്ചാൽ അവർക്ക് ഒരു ശരിയായിട്ട് തോന്നുന്നതായിരിക്കും. എനിക്ക് ഇല്ല, പറഞ്ഞോ. എനിക്കറിയത്തില്ല എന്താ പറയാ. മീൻസ് ഈ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടുള്ള അറിയാവോ? ഇവരുടെ എന്തെങ്കിലും ന്യൂസ് കാണുകയോ ഇവരെ പറ്റിയിട്ട് എവിടെ നിന്നാണ് കേട്ടിട്ടുള്ളത്? ഇതൊക്കെ ബിഗ് ബോസ്, പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോരുത്തർ ഇൻ്റർവ്യൂസ് ഒക്കെ കാണത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളവർ, അങ്ങനെയൊക്കെയാണ് അറിയാവുന്നത്. അതിനകത്ത് തന്നെ ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെ ഒന്നും വീട്ടിൽ പുള്ളി. ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ്? യോജിക്കുന്നില്ല. മീൻസ് അവര് മനുഷ്യർ തന്നെയാണല്ലോ, അപ്പം എനിക്ക് അതിനോട് യോജിപ്പ് ഇല്ല. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ എന്താണ് ഇവർ ശരിയല്ല എന്ന് തോന്നിയിട്ടുള്ള, ഇവരുടെ രീതികൾ ശരിയല്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇങ്ങനത്തെ ആൾക്കാർ ശരിയല്ല, LGBT കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ രീതികൾ ശരിയല്ല. പക്ഷെ അതിനകത്ത് തന്നെ നല്ലതല്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ, മീൻസ് ആ ഒരു ഇത് മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ, അതിനോട് യോജിപ്പില്ല. നല്ല രീതിയിൽ നടക്കുന്നവരും ഉണ്ട്. മീൻസ് രണ്ട് രീതിയാണ് അവരെ ഉള്ളത്. ഓക്കെ. വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ ഇതിനകത്ത്? വേറെ ഒപ്പീനിയൻ ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് അവരോട് എതിർപ്പൊന്നും ഇല്ല. നമ്മളെ പോലെ തന്നെ കാണുന്ന, എനിക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയാലും എനിക്ക് ഞാൻ ഓക്കെ ആയിരിക്കും. പ്രശ്നമില്ല. മതിയോ?